ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ അവിടെ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിരുന്നു. ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിട്ട് ഐക്കി എന്നൊരു വീഡിയോ എടുത്തു. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പിടിച്ചിട്ട് അവൻ പറഞ്ഞ് ഇവിടെ കോപ്പിറൈറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേ ബാനുണ്ട്, പബ്ലിക് പ്ലേസിൽ എടുക്കാൻ പറ്റില്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. നമുക്ക് ഏത് കൺട്രി പോയാലും ആ കൺട്രിയുടെ നിയമങ്ങളൊക്കെ പാലിക്കണമല്ലോ. അപ്പോൾ ഞാനിന്നൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാന്ന് ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. കാരണം പല കൺട്രീസിലും പല സൈബർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ലോസ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് എന്തില്ല, അവിടെ നമുക്ക് നമുക്ക് ആർഗ്യൂ ചെയ്യാനുള്ളൊരു ഇതൊന്നുമില്ല. ഒരേ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ജസ്റ്റ് നാൽനീര വരെ പോകണം. നാൽനീര വരെ പോയിട്ട് കോഫി പൗഡർ എന്തെങ്കിലും ഒന്ന് വാങ്ങണം, അല്ലെങ്കിൽ പാക്കറ്റ് വാങ്ങണം. ഞാൻ പണി കഴിഞ്ഞതാണ് ചെറുതായിട്ടുള്ള. അപ്പോൾ ആ ഡ്രസ്സോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസെല്ലാം യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തില്ല, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിരുന്ന പരിപാടിയൊന്നുമില്ല, റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത്. പിന്നെ ഞാൻ അൽമീരൊക്കെ പോകുന്നത്. അൽമീര ഇതാ കാണുന്ന തന്നെ. ഇവിടെ ഞാൻ പബ്ലിക് പ്ലേസിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കണം. പാർക്ക് അതെവിടെ എവിടെയൊക്കെ നമ്മൾ വ്യക്തികളെ ഹരാസ് ചെയ്യുന്നത് നമ്മൾ ഇല്ല. നമ്മളൊരു ഇൻഡിവിജ്വലിനെ ഹരാസ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഫീമെയിൽസ് അവരെയൊക്കെ ഹരാസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മളവരെ ഫോട്ടോ എടുക്കുക, ആ ഉദ്ദേശം നമ്മളടുത്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂട്യൂബിലേക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല യൂട്യൂബേഴ്സും ഓരോ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ എന്തിനാ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. അങ്ങനെ പല ഫോട്ടോസ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റുന്നില്ല. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവരെ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അവരുടെ അടുത്തുണ്ടാവും. പക്ഷെ അത് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്ന മിസ്യൂസ് ചെയ്യുമ്പോൾ നമുക്കെന്താവും, അത് എല്ലാവരെയും ബാധിക്കുന്നൊരവസ്ഥയിൽ വരുന്നു. അത്ര റെസ്ട്രിക്ഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് എല്ലാം എടുത്ത് ഇടാൻ, യൂട്യൂബ് ഇടാൻ, മറ്റേ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി വരുന്നു. ഓരോ കൺട്രീസിൽ ഫോളോ ചെയ്യണം ലോസ്, അവരെ റൂൾസ് എല്ലാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പല ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലംസ് വരുന്നുണ്ട് ഇവിടെ. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചുമ്മാ ഒരു വീഡിയോ എടുത്തിടാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ 8ൻ്റെ പണി കിട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതൊക്കെ അറബി വീടുകളാണ്. ഇതിൻ്റെ അടുത്തൊക്കെ കൺസ്ട്രക്ഷൻ അവർ നടക്കുക. അപ്പോൾ ഞാൻ മാളിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, അറിയത്തില്ല. ഇപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് എല്ലാ ഭാഗത്തുണ്ട് പ്രോബ്ലംസ്. ഓരോ യൂട്യൂബിലേക്ക് ഒരു അപ്ലോഡ് ചെയ്യുക ഫോട്ടോ എന്ന് പറയുമ്പോൾ, ഫോട്ടോ അല്ല ഫോട്ടോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ പല വ്യക്തികളെ പല മാളിലൊക്കെ പല തരത്തിലുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ നമ്മളെ ക്രൗഡ് അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. ഒരു സമ്മതമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. ഞാനേതായാലും എന്ത് ചെയ്യുന്നില്ല,
മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. കാരണം അത് നമ്മളെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. വേറെ പ്രശ്നമുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് അവിടെയുള്ള ആളുകളുടെ ഫോട്ടോ എടുക്കുക. അപ്പോൾ സൈബർ നിയമങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവിടെയും വളരെ സ്ട്രിക്റ്റായി വരികയാണ്. അത് എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞൊരു ഒരു ശതമാനം ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാവരും ഉദ്ദേശവും അത് തന്നെ ആയിരിക്കില്ല. 99% ആൾക്കാരും അവരെ ഒരു എന്താണ് പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യാനും എല്ലാം ഹരാസ് ചെയ്യാനൊക്കെ ഉള്ള സംഭവം ഉള്ളതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അത് വേറെ പ്രശ്നം. ഞാൻ അൽമീരയിൽ പോയപ്പോൾ അവിടെ 8 മണിക്ക് തുറക്കും. എനിക്കറിയില്ലായിരുന്നു. അവിടെ 8 മണിക്ക് മാത്രം തുറക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോവാണ്. കാരണം അവരുടെ ടൈം എന്ന് പറഞ്ഞാൽ 8 മണി മുതൽ 12 മണി വരെ. അതുവരെ ഇപ്പം എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കടകളൊന്നുമില്ല. ഈ അൽമീര മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വേറൊരു സാധനം മേടിക്കാനാണെങ്കിൽ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. വിചാരിച്ച പോലെ പോയി വരാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ അധികം ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ട് വെക്കുക. അല്ലെങ്കിൽ വേറെ രക്ഷയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ സാധനം തീർന്നു കഴിഞ്ഞാൽ 8 മണി വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. ഏതായാലും ഇന്ന് ഒരു ചായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ആ ചായ കൂടി ഇല്ലെങ്കിൽ കാര്യം പോക്കാം. അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങൾ. നോക്കാം. ഓക്കെ, ലെറ്റ് us see. നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ.